അനിയൻ നാളെ ഗൾഫിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അവൾ എന്നെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ വർത്തമാനം പറഞ്ഞിരുന്ന വേഗം തീരുമല്ലോ. മാമ്പഴപ്പുളിശ്ശേരി അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളത് ഉണ്ടാക്കുകയാണ് കേട്ടോ. മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്, സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്റ്റുള്ള കുറച്ച് പണികളും കൂടി ഉള്ളൂ. അപ്പോൾ സംസാരിച്ചിരുന്ന് കഴിഞ്ഞാൽ വേഗം പണികളൊക്കെ കഴിയുമല്ലോ. പിന്നെ അവൾക്ക് നാളെ പോകണതിൻ്റെ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ഞങ്ങൾക്കും നല്ല സങ്കടമുണ്ട്. അവനുണ്ടെങ്കിൽ കറങ്ങാനൊക്കെ പോകും. എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിലും കറങ്ങാനൊക്കെ പോകും. നല്ല എയിമല്ലേ. കുടപ്പുളി തറവാട്ടിൽ നിന്ന് കിട്ടിയത് ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ. പിന്നെ ശരിക്കും പുക കൊള്ളിക്കുന്നത് നല്ലതാണ്. അതിനുള്ള നെറ്റൊക്കെ അവൻ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അവൻ പോയാൽ ഇവൾക്കുള്ള പണി കൊടുക്കാൻ വേണ്ടി അവൻ അതവിടെ റെഡിയാക്കി നെറ്റൊക്കെ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൾ അതൊക്കെ ചെയ്തോളൂ അവൻ പോയാലും. പിന്നെ റൂമിൽ പെട്ടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അവൻ വെയിറ്റൊക്കെ നോക്കിയിട്ട് പാക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. കാരണം കുറച്ചും കൂടി സമയമുണ്ടല്ലോ എന്ന് വെച്ചാൽ അവൻ അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾ ഇമ്മർത്തിരിക്കുകയാണ്. അവൻ്റെ കൂടെ വർത്താനം പറഞ്ഞ് കുറച്ച് സ്പെൻഡ് ചെയ്യാമല്ലോ, നാളെ പോവല്ലേ. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഇമ്മർത്തൊക്കെ കുറച്ച് നേരം ഇരുന്നു. കുട്ടികളുടെ ലോകത്താണ് കേട്ടോ. അപ്പോൾ അവർ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ അവരവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവർക്കും നല്ല വിഷമമാണ്. ഇവർ വന്നിട്ട് പോകുമ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടണം കേട്ടോ. ബൈ ബൈ, നാളെ കാണാം.